Hello Namaskaram, ഞാൻ മെറിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വിൻറ്റേജ് ജേർണലിംഗ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വിൻറ്റേജ് ജേർണലിംഗ് കാണിക്കാനെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ലേഔട്ട്, ഒരു പേജിൻ്റെ ലേഔട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതേ രീതിയിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള മന്തിൻ്റെ ഒക്കെ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഒക്ടോബറിൻ്റെ കലണ്ടറാണ് വരച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഡയറീൻ്റെ ആ ഒരു സൈസിൽ വേണം നിങ്ങൾ ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനൊരു കലണ്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് ബുക്കിൻ്റെ പേപ്പറിലാണ് വരയ്ക്കുന്നത്. കാരണം എൻ്റെ ഡയറി അത്ര കട്ടിയുള്ള പേജസ് അല്ല അതിൻ്റെ അകത്ത്. അപ്പം ഇങ്ക് ബ്ലീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ വരച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടിക്കുകയാണ്. നമ്മൾ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ഇങ്ങനെ കീറി കൊടുക്കുകയാണ്. ആ ഒരു ഷേപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുറിച്ച് കൊടുക്കുക. കൈ വെച്ച് തന്നെ നമ്മൾ കീറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും ഒട്ടിക്കുന്നില്ല, ആദ്യമേ എല്ലാം ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം നമ്മളുടെ ഡിസൈൻ എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്നിട്ട് വേണം എല്ലാം കൂടെ ഒട്ടിക്കാൻ. അവസാനമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പേപ്പർ മാറ്റാണ്, അത് 1/4 ഷേപ്പിൽ കട്ട് ചെയ്തേക്കുവാണ്. അത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കാം.
അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്കേജസിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന കവറാണ്. അത് നമ്മൾ നല്ലതുപോലെ ക്രഷ് ചെയ്യുക. ഭയങ്കര റഫായിട്ട് അങ്ങ് കീറിയാൽ മതി, വലിയ ചന്തമൊന്നും നോക്കണ്ട. നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു പാക്കിംഗ് പേപ്പറാണിത്. പക്ഷേ ഇതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമാണ്. അതും നമുക്കിതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കീറിയതിൻ്റെ കുറച്ച് ബാക്കി വന്ന പോർഷനാണിത്. അത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിലൊരു പഴയ ബുക്കിൻ്റെ പേപ്പർ കീറിയെടുക്കുക. ഒരു വിൻറ്റേജ് ഫീൽ കൊണ്ടുവരാനാണ്. ഇങ്ങനത്തെ ബ്രൗൺ കളറായിട്ടുള്ള ഒരു പേജസ് എടുക്കുകയാണെങ്കിൽ, കുറേ വർഷങ്ങളായിട്ട് പഴക്കമുള്ള പേജസ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഒരു ഡ്രൈ ഫ്ലവർ എടുക്കുവാണ്. അത് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ ഇതൊരു സ്റ്റിക്കറാണ്. അത് ഈ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ടു ഡു ലിസ്റ്റ്, അത് നമ്മൾ കൈ വെച്ചിട്ട് സൈഡൊക്കെ നമ്മൾ കീറിയെടുത്തേക്കുവാണ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ബ്ലാക്ക് പേപ്പറിൽ വൈറ്റ് പെൻ വെച്ച് എഴുതിയതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രാൻസ്പെറൻറ്റ് ഡബിൾ സൈഡഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ ഏറ്റവും ബാക്കിലുള്ളത് അത് വേണം നമ്മൾ ഏറ്റവും ആദ്യം ഒട്ടിക്കാൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ ഒട്ടിക്കണം.
ഇനി ഈ ഗ്യാപ്പൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലേ ഔട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ലൊരു അടിപൊളി വിൻറ്റേജ് ഫീലാണ് ഇത് കാണുമ്പം തന്നെ. അപ്പം നിങ്ങൾ കുറച്ച് സമയം ഒന്ന് എടുത്തിട്ട് നല്ലതുപോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണിത്. പിന്നെ ഇത് കാണുമ്പം തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, എല്ലാവരുടെ കയ്യിലും അത്ര ടൈമൊന്നുമില്ല നിങ്ങളിങ്ങനെ ഓരോ മന്തും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ. പക്ഷെ ടൈം കിട്ടുന്നവർ ഉറപ്പായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു വൈബ് കിട്ടും, നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ആവും, നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ജേർണലിങ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.